വിശേഷങ്ങൾ? നമ്മുടെ നാരായണപിള്ളി ഇപ്പോഴും പേശിയെ തന്നെ അല്ലയോ? നമ്മുടെ നാരായണിയമ്മയുടെ? അതെ അതെ, അത് പറ. പണ്ടത്തെ പോലെ കണ്ണൊന്നും പറ്റുന്നില്ല. കല്യാണം കഴിഞ്ഞോടി മോളെ? ഇല്ല അമ്മാവ. നീ ഒരു കാര്യം ചെയ്യും, ഒഴിവുള്ള സമയത്ത് എന്നെ ഒന്നൊന്ന് കാണ്. പറ്റിയൊരു ചെറുക്കനെ ഞാൻ കണ്ടുപിടിച്ചേരാം കേട്ടോ. ഈ മൂച്ചക്ക് സ്റ്റേജിൽ കണ്ടാ മതിയായിരുന്നു. അവിടെ പോയി ബോധം കെട്ട് വീഴരുത്. ആരാ ബോധം കെട്ട് വീഴുന്നത് നമുക്ക് കാണാം. നമുക്ക് അവിടെ പോയിരിക്കാം. ക്ലാസ് കൊണ്ടുവരാൻ മറക്കരുത്. കലാസ്നേഹികളായ നാട്ടുകാരെ, നാടകം പപ്പുവിനോട് ഒരു കാര്യം ചോദിക്കാമെന്ന് വിചാരിച്ചു. അന്ന് എന്തിനായിരുന്നു പപ്പൂസ് പസ്പം തൊട്ടുകൊണ്ട് തപസ്സിരുന്നത്? വശീകരിക്കാൻ. ആരെ? ആരെയാ പപ്പുവിന് വശീകരിക്കേണ്ടത്? ചേച്ചി. അതെ. എന്താ കുട്ടി ഇത്? സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കണ്ട് തോന്നിയാസങ്ങൾ കാണിക്കാൻ തുടങ്ങുന്നു. മതി മതി, ഞാനിതാരോടും പറയാനൊന്നും പോകുന്നില്ല. പക്ഷേ വേലാളി കളിയും തമാശം കൊണ്ട് എന്റെ അടുത്ത് വന്നേക്കരുത്, പറഞ്ഞേക്കാം. ചേച്ചി, ഈ ആഴ്ചത്തെ വാരികയുണ്ടോ? ചേച്ചി, ഈ ആഴ്ചത്തെ വാരികയുണ്ടോ? അവിടെ എങ്ങാനും കാണും.
അവിടെ എന്ന് പറഞ്ഞ ഒന്ന് എടുത്തു വന്നൂടെ? ഞാൻ പറഞ്ഞു കഴിഞ്ഞു, കുട്ടി എന്നോട് പെരുമാറാൻ വരരുത്. മതി കൂട്ടുകെട്ടൊക്കെ. ഭാരതിയും കൃഷ്ണനായരും കൂടെ ടൗണിൽ പോയിരിക്കുക. തിരിച്ചു വരുമ്പോ പപ്പുന്റെ റിസൾട്ട് അറിഞ്ഞുകൊണ്ട് വരാമെന്ന് പറഞ്ഞാ പോയത്. അതൊക്കെ അവൻ നല്ല മാർക്ക് വാങ്ങിച്ചു ജയിക്കും. ജയിക്കും, ആ കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ അവനങ്ങ് പോവല്ലോ എന്ന് ആലോചിക്കുമ്പോഴുള്ള വിഷമോ. ഓരോ ദിവസം കഴിയുമ്പോഴും ഞാനങ്ങ് എണ്ണുവാ. കുസൃതിയും കുന്നായ്മയും ഒക്കെ ഇത്തിരി കൂടുതലാണെങ്കിലും അവൻ വീട്ടിലുള്ളത് വീടിനൊരനക്കവാ. അത് ശരിയാ, അവൻ പോയാല് വീട് ഉറങ്ങിയത് പോലെയാ. ഇവിടെ ഒരു ദിവസം അവനെ കണ്ടില്ലെങ്കിൽ ഏതാണ്ട് പോലെ തോന്നും. ഇന്നലെയും കൂടെ ഉറപ്പുറന്നവൻ ആ കാര്യം പറയുകയായിരുന്നു. ഇന്നേ വരെ അവൻ ഒറ്റയ്ക്ക് എവിടെയും പോയി താമസിച്ചിട്ടില്ല. അതോർക്കുമ്പോഴാ എനിക്ക് ആദ്യം. ഒരു പ്രായമാകുമ്പോൾ മക്കൾ അവരവരുടെ കാര്യം നോക്കി പോകാതിരിക്കാൻ ഒക്കുമോ? ഇവള് തന്നെ ആരുടെയെങ്കിലും കൂടെ പറഞ്ഞയക്കാൻ വേണ്ടി ഞാനങ്ങ് ധൃതി വെക്കുക. എന്നാൽ അവള് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ചിറക് മുളച്ച് കഴിയുമ്പോ കിളിക്കുഞ്ഞുങ്ങൾ അതുങ്ങളുടെ പാട്ടിന് പറന്നു പോകും. അതാണ് ലോക നിയമം. 2-3 ദിവസമായിട്ട് അവനും യാതൊരു ഉത്സാഹവുമില്ല. എപ്പോഴും മുറി തന്നെ അടച്ചു മൂടിയിരിക്കുക. അവന് പിന്നെ വിഷമം കാണാതിരിക്കുമോ? ആദ്യമായിട്ടല്ലേ അവൻ വീട്ടുകാരെയും സ്വന്തക്കാരെയും ഒക്കെ വിട്ടുപിരിഞ്ഞു പോകുന്നത്. അല്ല, കൂട്ടുകാരനെ കാണാൻ പോയിട്ട് അയാളുടെ കാറും തപ്പിക്കൊണ്ടെങ്കിൽ പോന്നു. ഇങ്ങനെ ഇരുന്ന് പോയാൽ കൊള്ളാം. അതെ, ഈ പട്ടാളക്കാരുടെ പരിപാടി ചേട്ടത്തിക്ക് അറിയാൻ വേഞ്ഞ എവിടെ പോയാലും അവിടെയുള്ള എന്തെങ്കിലും സ്വന്തമാക്കുക എന്നുള്ള ഞങ്ങളുടെ ഒരു ഓ പിന്നെ രാത്രി ബസ് യാത്ര ചെയ്യണ്ടെന്ന് പറഞ്ഞ തോമസ് സാറ് നിർബന്ധിച്ചു കൊടുത്ത് അയച്ചതാ. ഇന്ന് ആ റിസൾട്ട് അറിഞ്ഞോ? പപ്പു, നീ ജയിക്കുവോ? ജയിക്കണം. ക്ലാസ് കിട്ടുമോ? കിട്ടണം. അല്ല, കിട്ടും. എന്നാലേ ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. എന്റെ ഗുരുവായൂരപ്പാ. ഓ, ചേട്ടത്തിയുടെ ഒരു ഓട്ടം കണ്ടോ? ചേട്ടന് കത്തെഴുതാൻ പോവാ. എന്താ ഇത്ര പുണ്യം? അയ്യ, അവന്റെ ഒരു ചിരി. ആമ്പിള്ളേരെ ക്ലാസ് വാങ്ങിച്ച പരീക്ഷയ്ക്ക് പാസ്സായ. നിനക്ക് എത്ര മാർക്ക് കിട്ടടാ? കണക്കിലൊഴിച്ച് ബാക്കി എല്ലാത്തിനും ജയിച്ചല്ലോ. കണക്കിന്റെ കാര്യം കൂടെ ഒന്ന് പറ സാറേ. ഒന്ന് മൊഴിഞ്ഞാട്ടെ. കിട്ടിയേക്കുന്നു ആനോട്ട. പറ്റ ചേച്ചി, തനിച്ചു പോണ്ട. കാവിന്റെ അവിടെ കിഴജന്തുക്കളുള്ളതാ. നീ രചേച്ചി ഒന്നും കൊണ്ട് വിട്ടേച്ചു. അവനിവിടെ എന്താ പണി? അവൻ കൊണ്ടാക്കട്ടെ. ആരോട് പറഞ്ഞോ അവരങ്ങ് ചെയ്താൽ മതി. എന്നോടാ ഇപ്പൊ പറഞ്ഞത്? അല്ല, നിന്നോടാ പറഞ്ഞേ. കൊണ്ട് വിട്ടേച്ചു വേടാ. പപ്പു ലൈറ്റ് അടിക്ക്. പപ്പു ലൈറ്റ് അടിക്കാൻ. എനിക്ക് വെളിച്ചം കാണണ്ടേ? നിങ്ങൾ തന്നെ വെച്ചോളൂ. അത് വേണ്ട, എനിക്ക് കൂടി വെളിച്ചം കാണിച്ചു തന്നാ മതി. വേണ്ട, ഞാൻ വെളിച്ചം കാണിച്ചാ അത് നിങ്ങൾക്ക് ഇഷ്ടാവില്ല. അതെങ്ങനെയാ? നിങ്ങളത് പിടിക്കൂ. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. പപ്പു, അതല്ലേ രാവിലെ പറഞ്ഞേ? അല്ല. അതെ. അല്ല പപ്പു, പപ്പുവിന്റെ പോക്ക് ശരിയല്ല എന്ന് കണ്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഒന്നുമല്ല. പിന്നെ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞോ? പപ്പു? പപ്പുവിനോട് എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല. പിന്നെ രാവിലെ പറഞ്ഞതോ? എന്ത്?
കൂട്ടുകെട്ടൊക്കെ മതിയെന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. പപ്പു വളരുകയാണ്, വലിയ ആളാകുകയാണ്. അതുകൊണ്ട് 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 നമ്മൾ തമ്മിൽ പിണങ്ങണോ? അങ്ങനെയാണോ? ചേച്ചിക്ക് അറിഞ്ഞൂടാ. എന്നോട് പിണക്കമാണെന്ന് പറഞ്ഞില്ലേ? ഞാൻ നാട് വിട്ടാലോ എന്ന് ആലോചിച്ചു. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോ ഞാൻ മരിച്ച ആർക്കും ഒരു നഷ്ടമില്ല, എനിക്കറിയാം. വേണ്ട പപ്പു, നമ്മൾ തമ്മിൽ പിണങ്ങണ്ട.